സിന്ധൂസ് ഫുഡ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു പനീർ ബുർജിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. എഗ് ബുർജിയൊക്കെ ഉണ്ടാക്കിയെടുക്കണ പോലെ തന്നെയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ഒക്കെ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പനീർ ബുർജി തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പനീർ ബുർജി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 200 ഗ്രാം അളവിൽ പനീറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് പനീർ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പനീർ വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏതായാലും നമുക്ക് ഇത് റെഡിയാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഞാനത് ഗ്രേറ്ററിൽ വെച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പൊടിച്ചിട്ട് എടുത്താലും മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഓയിലൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാനിവിടെ ഒരു 5 അല്ലിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ട് സോഫ്റ്റായിട്ട് വരുന്നത് വരയ്ക്ക് വേണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സവാളൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരയ്ക്ക് വേണം ഇതും കൂടെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാനായിട്ട്. ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ ഉള്ളിലൊക്കെ വെച്ചിട്ട് റോൾ ചെയ്തിട്ടൊക്കെ കൊടുത്തു വിടാം. അതുപോലെ തന്നെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ബ്രെഡിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സാൻഡ്വിച്ച് പോലൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പനീർ ബുർജി ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പനീർ റെസിപ്പിയുടെ ആ ഒരു ഫ്ലേവറിലൊക്കെയാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ ബുർജിയാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സവാള നല്ലോണം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 2 തക്കാളി കട്ട് ചെയ്തിട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ ചെറുതാക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരാരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ ഒന്ന് കാണുക. പിന്നെ വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത്. പിന്നെ ഇതിലോട്ട് നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തില്ലേ, ആ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് യെല്ലോ കളറിലുള്ള ക്യാപ്സിക്കം അതുപോലെ തന്നെ റെഡ് കളറിലുള്ള ക്യാപ്സിക്കം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാത്തിൽ നിന്നും കുറച്ചായിട്ടൊക്കെ ഇട്ടിട്ട് ചെയ്യാവുന്നതാണ്. ഉണ്ടെങ്കിൽ മാത്രം ചെയ്താലും മതി കേട്ടോ. അതല്ലെങ്കിൽ വെറും ഈ ഒരു ഗ്രീൻ കളർ മാത്രം എടുത്താൽ മതി. അതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളർഫുള്ളായിരിക്കും, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 1/4 ഭാഗത്തോളം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. നന്നായിട്ട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ രൂപത്തിൽ ആക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആദ്യം 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചേർത്തിട്ടുള്ള കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൽ നമ്മൾ പച്ചമുളകൊക്കെ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് വേണം ഇതിലോട്ട് നമ്മൾ മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പൊടികളുടെ പച്ച മണമൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോണ വരയ്ക്ക് വേണം കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീറാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പനീർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. പനീർ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ. കുറച്ച് നേരമൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം, എന്നാലാണ് പനീറൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് വെന്ത് വരുള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ അതില്ലെങ്കിൽ കുഴപ്പമില്ല, മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു കസൂരി മേത്തിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പനീർ ബുർജി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പനീർ ബുർജി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇത് നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ വെച്ച് കഴിക്കാനും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചിട്ട് റോളാക്കി കഴിക്കാനും ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷൊക്കെ ആയിട്ട് കഴിക്കാനും പിന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്